എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ അപേഷ് ജോസഫ്. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര 7 പള്ളി സന്ദർശനമാണ്. മരത്താക്കര പള്ളിയിലെ ലിറ്റിൽ ഫ്ലവർ യൂണിറ്റിലെ അംഗങ്ങളുമായിട്ടുള്ള യാത്രയാണ്. എൻ്റെ ഒപ്പം വിജിത്ത് ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് കാഞ്ഞൂർ പള്ളിയിലെ സെൻറ്റ് മേരീസ് ഫെറോന ചർച്ചിലേക്കാണ്. അവിടെ എത്തി ജപമാലയ്ക്ക് എത്തിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം പോയത് ഒരു ചായ കുടിക്കാനായിരുന്നു. കാലടിയിലുള്ള ഫുഡ് കോർട്ട് എന്ന ഒരു ചായക്കടയിലാണ് പോയത്. രണ്ടാമത്തെ പള്ളിയായ പെരുമ്പാവൂരുള്ള വിശുദ്ധ റാണിമരിയയുടെ ചർച്ചിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. അവിടെ എല്ലാവരും പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി അവിടെയുള്ള കാഴ്ചകൾ കണ്ടു. പുറത്ത് വിശുദ്ധ റാണിമരിയയുടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. മ്യൂസിയത്തിനുള്ളിൽ കയറി അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളും ഹിസ്റ്ററികളും ഗ്രന്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ മ്യൂസിയമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കുറവിലങ്ങാട്, കോട്ടയം ഭാഗത്തുള്ള കുറവിലങ്ങാട് ചർച്ചിലേക്കാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയായിട്ടാണ് കുറവിലങ്ങാട് പള്ളി അറിയപ്പെടുന്നത്. സമയം ഏകദേശം 1 മണിയായി. ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. നോമ്പുകാല 7 പള്ളി സന്ദർശനത്തിലെ ഞങ്ങളുടെ 4ാമത്തെ പള്ളിയാണ് ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൺസാമ്മയുടെ പള്ളി. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അടുത്ത പള്ളിയായ പാല സെൻറ്റ് തോമസ് കത്തീഡ്രൽ ചർച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തായിരുന്നു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഞങ്ങൾ പോയത് രാമപുരത്തുള്ള വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പള്ളിയിലേക്കാണ്. യൂണിറ്റ് അംഗങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ജപമാല എത്തിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പള്ളി പുരാതന കാലത്തുണ്ടാക്കിയൊരു പള്ളിയാണ്. പോർച്ചുഗൽ ആർക്കിടെക്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു റൂമുണ്ട്. റൂമിൽ കുഞ്ഞച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥങ്ങൾ, സാധനങ്ങൾ, കട്ടിൽ, അങ്ങനെയുള്ള സാമഗ്രികളെല്ലാം വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം 5 മണിയാവുന്നു. ഞങ്ങൾ ചായയും കടിയും കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചായ കുടിച്ചു, ഒന്ന് റീഫ്രഷായി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കൂത്താട്ടുകുളത്തുള്ള വിശുദ്ധ യൂദാശ്രീയുടെ പള്ളിയിലേക്കാണ്. ഒരു ചെറിയ കയറ്റം കയറി വേണം പള്ളിയിലേക്ക് ചെല്ലാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനുമാണ് വിശുദ്ധ യൂദാശ്ലീഹ. ഞങ്ങൾ കുറച്ച് തിരികളൊക്കെ കത്തിച്ചു. ഇതോടുകൂടി ഞങ്ങളുടെ 7ാമത്തെ പള്ളി സന്ദർശനം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ട്രിപ്പുകളുണ്ടെങ്കിൽ ചാൻസ് ട്രാവൽസ് തൃശ്ശൂരിന് വിളിക്കാൻ മറക്കണ്ട. നന്ദി, നമസ്കാരം.